എറണാകുളം അതിരൂപതയുടെയും ഹൈറാർക്കിയുടെയും സ്ഥാപന ശതാബ്ദി സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ആൻ്റണി നരികുളമച്ച, ഉദ്ഘാടകൻ ആദരണീയനായ ജസ്റ്റിസ് ശ്രീ കുര്യൻ ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അൽമായ നേതാക്കളെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയ സന്താനങ്ങളായ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ശതാബ്ദി ആഘോഷത്തിൻ്റെ സ്നേഹനിർഭരമായ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. എറണാകുളം അതിരൂപതയും സീറോ മലബാർ ഹൈറാർക്കിയും സ്ഥാപിതമായതിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞ മനസ്സോടെ അതിരൂപതയുടെ മക്കളായി നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ വരദാനങ്ങളെ നന്ദിയോടെ ഓർക്കുന്ന ഈ ആനന്ദ നിമിഷങ്ങളിൽ നമ്മുടെ അതിരൂപതയിൽ ദൈവത്തോടും ദൈവജനത്തോടും ഒപ്പമുള്ള തങ്ങളുടെ സഹനടത്തത്തിലൂടെ തിരുസഭയെ സമ്പന്നവും സുന്ദരവുമാക്കുന്ന സമർപ്പിത സമൂഹങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിക്കുവാൻ ഏറെ സന്തോഷമുണ്ട്. ഒരിക്കൽ ഒരു മേജർ സെമിനറിയിൽ സമർപ്പിതരോടായി ഒരു അൽമായൻ പ്രഭാഷണം നടത്തിയപ്പോൾ അറിയപ്പെടുന്ന സാഹിത്യകാരനും ചിന്തകനുമൊക്കെയായുള്ള അദ്ദേഹം സംസാരിച്ചു. വിഷയം ഇതായിരുന്നു: അൽമായർ സന്യസ്തരിൽ നിന്ന്, സമർപ്പിതരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? വളരെ സരസമായിട്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ദയവായി ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുവാനൊട്ടും ഉദ്ദേശിക്കുന്നില്ല. ഭാരത കത്തോലിക്കാ സഭയിൽ തന്നെ സന്യാസ ജീവിതത്തിനുള്ള ആദ്യ ശ്രമങ്ങൾ നടത്തപ്പെട്ട ഇടം എന്ന് സഭാചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഇടപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന സന്യാസ സാന്നിധ്യ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടേത്. ഹൈറാർക്കി സ്ഥാപനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന അതിരൂപതയിൽ 100-ലധികം ചെറുതും വലുതുമായ സന്യാസ സമർപ്പിത സമൂഹങ്ങൾ വിവിധ ശുശ്രൂഷാ മേഖലകളിൽ തങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വഴി ആനന്ദത്തിൻ്റെ സാക്ഷ്യം നൽകുന്നു എന്നുള്ളത് നമുക്കേവർക്കും അനുഗ്രഹമാണ്. അതിരൂപതയുടെ നാളിതുവരെയുള്ള വളർച്ചയും സ്നേഹസേവനത്തിൻ്റെ ചരിത്രവും ഈ സമർപ്പിത സമൂഹങ്ങളുടെ സക്രിയവും സജീവവുമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ ചരിത്രം കൂടിയാണ്. നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുരുഷന്മാരുടേതായി 30-ഉം സ്ത്രീകളുടേതായി 81-ഉം സന്യാസ സമർപ്പിത സമൂഹങ്ങളുണ്ട്. അവയിൽ പലതും പ്രമുഖങ്ങളായ സന്യാസ സമൂഹങ്ങൾ ഉൾപ്പെടെ ഇവിടെ തന്നെ ബീജാപാവം ചെയ്യപ്പെട്ടത്, പ്രവർത്തനം ആരംഭിച്ചവയുണ്ട്. ഭാരതത്തിലെ മറ്റ് രൂപതകളിൽ രൂപീകൃതമായവയുണ്ട്, വിദേശത്ത് സ്ഥാപിക്കപ്പെട്ടവയുണ്ട്. ഈ സമൂഹങ്ങളിൽ ഒരു പ്രാദേശിക ഭവനം ഉൾപ്പെടെ അത് മുതൽ 60ഓളം ഭവനങ്ങൾ അതിരൂപതയിലുള്ള സന്യാസ ഭവനങ്ങളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിരൂപതയുടെ സമർപ്പിത വിഭവശേഷി എത്രമാത്രമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധരും കാലത്തിനു മുമ്പേ നടന്നവരും സന്യാസ സമർപ്പണ ജീവിതത്തിൻ്റെ മർമ്മമറിഞ്ഞവരുമായ സ്ഥാപക പിതാക്കന്മാരാലും അവരുടെ സേവനത്താലും അനുഗ്രഹീതമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മണ്ണും മനസ്സുമൊക്കെ. പുണ്യശ്ലോകനായ CMI സഭയുടെ സ്ഥാപകരിൽ ആദ്യ പിതാക്കന്മാരൊരാളായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനെ പോലും പ്രചോദിപ്പിച്ച പള്ളിപ്പുറത്തിൻ്റെ സ്വന്തമായ പാലക്കൽ തോമാമൽ പാനച്ചൻ മുതൽ ഈ അടുത്ത കാലത്ത് മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സാധുസേവന സഭയുടെ സ്ഥാപകനായ തോമസ് മാളിയേക്കലച്ചൻ വരെ ഈ വിശുദ്ധാത്മാക്കളുടെ സ്ഥാപകരുടെ നിരയിൽപ്പെടുന്നു എന്നത് നമുക്ക് ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനിച്ചും വളർന്നും വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന സമർപ്പിതാത്മാക്കൾ നിരവധിയാണ്. മുഖമില്ലാത്തവരുടെ മുഖമായി വീരരക്തസാക്ഷിത്വം വരിച്ച വാഴ്ത്തപ്പെട്ട റാണി മരിയയും ഏകീകൃത CMC സഭയുടെ ആദ്യ ജനറാളായ ദേവദാസി മദർ മേരി സെലിനും പുത്തമ്പള്ളി ഇടവകയിൽ ജനിച്ചു വളർന്ന അനുകമ്പയുടെ മിഷണറി ഡോക്ടറായ ദൈവദാസി സിസ്റ്റർ ഫിദേലിസ് തളിയത്ത് SD-യും അതിരൂപതയുടെ സമർപ്പിത പുണ്യങ്ങളാണ്. ഔദ്യോഗികമായിട്ട് പേർ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആവൃത്തിക്കകത്തും പുറത്തുമായി സമർപ്പിത ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ നേർസാക്ഷ്യമായി മാറിയ അതിരൂപതയുടെ മക്കൾ എത്രയോ പേരാണുള്ളത്. ദിവ്യരക്ഷക സഭാംഗമായ കർദിനാൾ വർക്കി വിധേയത്തിലും
CMI സഭാംഗമായ അഭിവന്ദ്യ ആന്റണി കരിയിൽ പിതാവും ഈ അതിരൂപതയെ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി നയിച്ച സമർപ്പിതരാണ് എന്നതും ഈ അവസരത്തിൽ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അതിരൂപതയുടെ ചരിത്രവും വളർച്ചയുമെല്ലാം സന്യാസ സമൂഹങ്ങളുടെയും വളർച്ചയും ഇവ തമ്മിലുള്ള ജൈവികമായ പാരസ്പര്യത്തിൻ്റെയും ചരിത്രമാണ്. അതിരൂപതയിൽ അജപാലനത്തിലും സാമൂഹ്യ പ്രേക്ഷിതത്വത്തിലും വിദ്യാഭ്യാസത്തിലും ആതുര സേവനത്തിലും എന്നുവേണ്ട എല്ലാ സേവന മേഖലകളിലും സമർപ്പിതർ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നൽകിയ സംഭാവനകൾ അവർണ്ണനീയമാണ്. ഇടവകളുടെ വളർച്ചയ്ക്കും ക്ഷേമത്തിനുമായി ഹൈറാർക്കിയോട് തോളോട് തോൾ ചേർന്ന് നിലയുറപ്പിച്ചവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമർപ്പിത സമൂഹങ്ങൾ. ഈ അതിരൂപതയുടെ അഭിമാനമായി നിൽക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾക്ക് ഈ അതിരൂപതയിലെ സന്യാസമൂഹങ്ങൾ നേതൃത്വം നൽകുന്നു. അപ്പോഴെല്ലാം അവയെ അതിരൂപതയുടെ സ്വന്തം സ്ഥാപനങ്ങൾ എന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ ഈ സന്യാസമൂഹങ്ങൾ പരിശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. നഗര സുവിശേഷവൽക്കരണവും ആകാശപ്പറവുകളും തുടങ്ങിയ വേറിട്ട വഴികളിലൂടെ സുവിശേഷ സാക്ഷ്യത്തിനും ഇവിടുത്തെ സമർപ്പിതർ സന്നദ്ധരായി സഭാഗാത്രത്തിൻ്റെ കാരുണ്യമുഖം പ്രശോഭിതമാക്കുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരും അല്ലാത്തവരുമായ അതിരൂപതയിലെ അംഗങ്ങൾ ഭൂരിഭാഗവും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടുത്തെ സമർപ്പിതരുടെ സ്നേഹ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയവരാണ്. പിറന്നു വീണപ്പോൾ നമ്മുടെ അമ്മമാർ നമ്മളെ തൊടും മുമ്പ് ആദ്യം നമ്മളെ തൊട്ടത് ഒരുപക്ഷെ ആശുപത്രിയിൽ സേവനം ചെയ്ത ഏതെങ്കിലും സമർപ്പിത സഹോദരിയായിരിക്കാം. ആദ്യ കുംഭസാരം മുതൽ നമ്മുടെ ആത്മീയ ജീവിതം എത്രയോ സമർപ്പിത ജീവിതങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ സാന്ത്വനമായി, ആശ്വാസമായി, നമ്മുടെ വിദ്യാലയങ്ങളിൽ മാർഗദീപമായി നമ്മോടൊപ്പം നടന്ന സമർപ്പിതർ. എറണാകുളം അങ്കമാലി അതിരൂപതയും സമർപ്പിതരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ ഒരു മുൻ മേലധ്യക്ഷൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: എറണാകുളം അങ്കമാലി അതിരൂപതയും സമർപ്പിതരും തമ്മിലുള്ള ബന്ധം കേരളത്തിലെ രൂപതകളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത യാതൊരു പരിധികളുമില്ലാതെ എല്ലാ സമർപ്പിത സമൂഹങ്ങളെയും സ്വാഗതം ചെയ്യുന്ന അതിരൂപതയാണ്. വൺ ഡയസിസ് വൺ കോൺഗ്രിഗേഷൻ എന്ന ആശയമൊന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കില്ല. സർവാശ്ലേഷിയായ സ്നേഹം പകരുന്ന അമ്മയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. കേരളത്തിലെ ഒട്ടുമിക്ക സന്യാസമൂഹങ്ങളുടെയും ആസ്ഥാനം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിരുകൾക്കുള്ളിലാണെന്നത് എല്ലാവരെയും സ്വീകരിക്കുന്ന ഹൃദയവിശാലതയുടെ നേർക്കാഴ്ചയാണ്. CMI സഭയുടെ കൊച്ചി തിരുഹൃദയ പ്രൊവിൻസിൻ്റെ ചരിത്രമെഴുതിയ ഞങ്ങളുടെ സഭാംഗം ആ ഗ്രന്ഥത്തിന് നൽകിയ പേര് CMI സഭയുടെ കൊച്ചി പ്രൊവിൻസിൻ്റെ ചരിത്രമെന്നോ തിരുഹൃദയ പ്രവിശ്യയുടെ ചരിത്രമെന്നോ ആയിരുന്നില്ല, മറിച്ച് CMI സഭ എറണാകുളം അതിരൂപതയിൽ എന്നതായിരുന്നു. പേരിന് വേരുമായിട്ട് ബന്ധമുണ്ട് എന്ന ആ സൂചന തന്നെ സമർപ്പിതരും അതിരൂപതയുമായുള്ള പാരസ്പര്യത്തിൻ്റെ കഥ പറയുകയാണ്. ഈ അതിരൂപതയും ഇവിടുത്തെ മണ്ണും മനുഷ്യരും ആത്മീയ പാലകരും ഭരണകർത്താക്കളും വളവും വെള്ളവും നൽകി വളർത്തിയ സമർപ്പിത സമൂഹങ്ങളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും. വസിക്കാൻ ഇടം നൽകി, പ്രവർത്തിക്കാൻ വേദികൾ നൽകി അതിരൂപത ഇവിടുത്തെ സന്യാസമൂഹങ്ങളെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. എല്ലാവർക്കും ഇവിടെ ഇടമുണ്ട്, ഇടപെടാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇടപഴകുവാൻ വേദികളുമുണ്ട്. സന്യാസമൂഹങ്ങളുടെ വൈവിധ്യത്തെയും തനിമയെയും അംഗീകരിക്കുന്ന തുറവിയുടെ മനോഭാവമാണ് എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപതയും സമർപ്പിതരും തമ്മിലുള്ള ബന്ധം സജീവമാണ്, സക്രിയമാണ്. അതൊരിക്കലും സമാന്തര പ്രവർത്തനമല്ല, മാത്സര്യബുദ്ധിയോടെയുള്ള സേവനങ്ങളല്ല. പരസ്പര പോഷണത്തിൻ്റെയും കരുതലിൻ്റെയും മാനം ഈ ബന്ധത്തിനുണ്ട്. പാരസ്പര്യത്തിൻ്റെ ഊഷ്മളതയാണ് ഈ സുദൃഢമായ ബന്ധത്തിൻ്റെ ഊടും പാവും നെയ്യുന്നത്. അതിരൂപതയുടെ വളർച്ചയിൽ നിർണായക സംഭാവനകൾ നൽകാൻ അതുകൊണ്ട് തന്നെ സമർപ്പിതർക്ക് കഴിയുന്നു. എന്നും അതിരൂപതയോട് ഒപ്പം നടക്കുന്നവരാണ് അതിരൂപതയുടെ സമർപ്പിത മക്കൾ. അതെ, ഈ അതിരൂപത അമ്മയുടെ ജീവിതത്തിൻ്റെ തണൽ വഴികളിലും കനൽ വഴികളിലും ക്ഷേമകാലങ്ങളിലും ക്ഷാമകാലങ്ങളിലും ഒരുപോലെ ഒപ്പം നടക്കുന്നവർ. പൗലോസ് അപ്പസ്തോലൻ്റെ കൂട്ടുവേലക്കാർ എന്ന പ്രയോഗം കടമെടുത്തുകൊണ്ട് പറയട്ടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞങ്ങൾ സമർപ്പിതരെ ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരായി
കാണുന്നതിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പാരസ്പര്യത്തിൻ്റെ ഊഷ്മളത ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ചയായി ഇനിയും തുടരട്ടെ. സ്നേഹത്തിൻ്റെ ജ്വാലയിൽ സത്യത്തിൻ്റെ സാക്ഷ്യമാകാൻ ഇനിയും ഈ അതിരൂപതയ്ക്ക് ഇടവരട്ടെ. ദൈവം നമ്മെ വളർത്തിയ സന്തോഷാനുഭവങ്ങൾക്കും ദുഃഖാനുഭവങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൻ്റെ 3 വാല്യങ്ങളുള്ള ബൃഹത്തായ ആത്മകഥ ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ അദ്ദേഹം അവസാനിപ്പിക്കുന്നത് അജ്ഞാതനായ ഒരു ഇംഗ്ലീഷ് കവിയുടെ ഒരു കവിത പ്രാർത്ഥനയോടെയാണ്. അതിൻ്റെ മലയാള പരിഭാഷ ഇപ്രകാരമാണ്: ഇരുൾ മൂടിയ ദിനങ്ങൾക്കും ഫലശൂന്യമായ വത്സരങ്ങൾക്കും തകർന്ന സ്വപ്നങ്ങൾക്കും ചുടുകണ്ണുനീരനുമായി ദൈവമേ നിനക്ക് നന്ദി. അവയാണ് എന്നെ വളർത്തിയതെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു.